ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം വേറൊന്നല്ല, ഫർഗാനയിൽ നിന്ന് 134 വിദ്യാർത്ഥികൾ ഇന്ന് ഗ്രാജുവേറ്റ് ആവുകയാണ്. ഡൽഹിയിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. ഡൽഹി എത്തി. ഡൽഹിയിലെ ഗാസിയാബാദിലാണ് പ്രോഗ്രാം നടക്കുന്നത്. പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തത്. രാവിലെ കുളിച്ച് റെഡിയായി പ്രോഗ്രാം നടക്കുന്ന ആ സ്റ്റേജിലോട്ട് വന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ വലിയൊരു സന്തോഷമുണ്ട്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ 134 വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റ് ആവാൻ പോവുകയാണ്. അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രാജുവേഷൻ ഡേ ഫംഗ്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചുമാണ്. നമ്മുടെ പാരൻസായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരിൽ പലർക്കും അവരുടെ മക്കൾ ഗ്രാജുവേറ്റ് ആവുന്നത് നേരിട്ട് കാണണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഉസ്ബെക്കിസ്ഥാനിൽ വന്ന് ഗ്രാജുവേഷൻ ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത്. എന്തായാലും ഇത്തവണത്തെ ഗ്രാജുവേഷൻ ഡേ ഫംഗ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഡൽഹിയിൽ വെച്ച് കണ്ടക്ട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വരുന്നത്. സോ അങ്ങനെ ഗാസിയാബാദിലുള്ള ഹിന്ദി ഭവനിൽ വെച്ചിട്ട് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലെ 134 വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ഡേ ഫംഗ്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു. ഈ ഒരു പ്രോഗ്രാം ഭയങ്കര ഒരു ഹാപ്പിനെസ്സും വല്ലാത്തൊരു സന്തോഷമൊക്കെ തന്നൊരു പ്രോഗ്രാമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, എൻ്റെ കുട്ടികളുടെ കഴിഞ്ഞ 6 വർഷത്തെ ആ കാത്തിരിപ്പും അവരുടെ ഉറക്കമുളച്ചുള്ള ആ ഹോസ്പിറ്റൽ ഷെഡ്യൂൾസും ഒക്കെ ഇന്ന് നിറവേറുന്നൊരു ദിവസമാണ്. വിദേശത്ത് പോയിട്ട് വളരെ മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഫർഗാന എന്ന് പറയുന്നൊരു ഓപ്ഷനെ കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്തായാലും ഇന്ന് ഗ്രാജുവേറ്റായ എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ബൈ ബൈ.